ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ബുള്ളറ്റ് മോഷ്ടിക്കുക എന്നൊക്കെ പറയുമ്പോഴും എന്താ നിങ്ങളുടെ മനസ്സിലെന്താ വന്നത്? ഞാൻ നിങ്ങളെ ബുള്ളറ്റ് അടിച്ചു മാറ്റാൻ പഠിപ്പിക്കുന്നതാണോ? സംഭവം അതല്ല കേട്ടോ. അപ്പം ഇന്നത്തെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വേറൊന്നുമല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായിരുന്നു. നമ്മുടെ കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ അവർ ഷെയർ ചെയ്തിരുന്നു. ഒരു ബുള്ളറ്റ് ഒരു കള്ളൻ ഈസി ആയിട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ഒരു വീഡിയോ. അല്ല, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ആ വീഡിയോ കണ്ടപ്പം ഒരു പേജിൽ ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ചില ആൾക്കാർ പറയുന്നത് കണ്ടു, ഇവൻ എങ്ങനെ എടുക്കുന്നത്, ഇവൻ മെക്കാനിക്കാണോ, അല്ലെങ്കിൽ ഇവൻ ചിലപ്പം ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും, ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ കണ്ടു. അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത്. കാരണം റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന ബ്രാൻഡ് ഈ ഒരു കീയുടെ കാര്യത്തിൽ തോൽവിയാണ്. സീരിയസ്ലി ബാക്കിയുള്ള ബ്രാൻഡ് എന്നെ അപേക്ഷിക്കുമ്പോൾ വളരെ വലിയൊരു തോൽവിയാണ്. കാരണം ഒരു ബുള്ളറ്റ് അടിച്ചു മാറ്റുക എന്ന് വെച്ചാൽ ഒരു എക്സ്പേർട്ടൊന്നുമല്ല, ഒരു സാധാരണക്കാരനെ വരെ ചെയ്യാൻ പറ്റും. അപ്പം ഈ വീഡിയോയുടെ ഉദ്ദേശം രണ്ടാണ്. ഒന്ന്, നിങ്ങളൊരു ബുള്ളറ്റ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ കൂടി മനസ്സിലാക്കണം എങ്ങനെയാണ് ഒരു ബുള്ളറ്റ് ഒരാൾ അടിച്ചു മാറ്റുന്നത് എന്നത്. രണ്ടാമത്, ദീർഘദൂര യാത്രകൾ ബുള്ളറ്റിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ കൂടെ ഒരു സേഫ്റ്റിക്ക് ഒരു സാധനം കൂടി കൊണ്ടുപോകണം. അതെന്താണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം പറയട്ടെ. അപ്പം ഇപ്പം നമ്മുടെ അടുത്തുള്ളത് ഒരു 4 പുതിയ ബുള്ളറ്റാണ്. ഈ 2019 നമ്മുടെ നാട്ടുകാരൻ ചങ്ക് ബ്രോ ഇറക്കിയ ഒരു ബുള്ളറ്റ് കേട്ടോ. പിന്നെ ഇവിടെ എൻ്റെ വണ്ടിയുണ്ട്. അപ്പം ഈ ബുള്ളറ്റ് എങ്ങനെ നമുക്ക് ഒരു ചാവി ഇല്ലാതെ എങ്ങനെ തുറക്കാം, ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ എൻ്റെ ക്ലിക്കാണ്. അപ്പം എൻ്റെ ക്ലിക്ക് ചാവി ഇല്ലാതെ തുറക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടാണ്. കാരണം ഇത് ഇതിൻ്റെ ചാവിയാണ്. ചാവി ഇല്ലാതെ തുറക്കാൻ എങ്ങനെയാണ് ഒരുപാട് കഷ്ടപ്പെടാണ്. 1 മിനിറ്റും 2 മിനിറ്റൊന്നും പോരാ. കാരണം ഇതിൻ്റെ അകത്ത് എല്ലാം പൊട്ടിക്കേണ്ടി വരും. തുറന്ന് പിടിച്ച് ഇതൊക്കെ വലിച്ച് വാരി എടുത്തിട്ട് മാത്രമേ തുറക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റേതായ സമയം എടുക്കും. പക്ഷെങ്കിൽ ഒരു ബുള്ളറ്റ് എന്നുള്ള വരും 1 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് നമുക്ക് ഈ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? കാണിച്ചു തരാം. ഇതിപ്പം സ്റ്റാൻഡേർഡാണ്. സ്റ്റാൻഡേർഡ് 350 ആണ് മോഡൽ. പുത്തനാണ്. അതിന് ഇറക്കിയിട്ട് ഒരാഴ്ചകളായിട്ടുള്ളൂ. പിന്നെ മഴയത്തൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കോലത്തിലായത്. ഇതാണ് നമുക്ക് ഷോറൂമിൽ നിന്ന് തരുന്ന ചാവി. ഈ ചാവി കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതും പോകുന്നതെല്ലാം അല്ലേ. ഇതിപ്പോൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ന്യൂട്രൽ ലൈറ്റ് കത്തി വണ്ടി സ്റ്റാർട്ടായി. ന്യൂട്രൽ ലൈറ്റ് കത്തി, ചുവന്ന ലൈറ്റും കത്തി, വണ്ടി സ്റ്റാർട്ടായി. ഓക്കെ, സ്റ്റാർട്ടാക്കാൻ ശരിക്കും പറഞ്ഞാൽ കിക്കറടിക്കാൻ മടിയായിട്ടോ സ്റ്റാർട്ടാക്കാത്തത്. ഇവിടെ ബ്രേക്ക് ലൈറ്റും കത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ താക്കോൽ മാറ്റി വെക്കുന്നത്. ഈ താക്കോൽ ഇല്ലാതെ എങ്ങനെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ താക്കോൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ വെക്കുന്നത്. പകരം നമ്മളുടെ പുതിയൊരു താക്കോൽ, ഇതാണ് നമ്മൾ ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന താക്കോൽ കേട്ടോ. ഇതെങ്ങനെയാണെന്നല്ലേ ഇപ്പം കാണിച്ചിടാം. വളരെ സിമ്പിളാണ്. ഇതാണ് നമ്മുടെ ഇഗ്നിഷൻ. ഇവിടെയാണ് നമ്മൾ കീ ഇടുന്നത്. ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത് മറ്റ് വണ്ടിക്ക് അപേക്ഷിച്ചിട്ട് ഇതിന് പഴയ മോഡലാണ് ഇപ്പോൾ ഓടുന്നത്. ഈ വയർ കണ്ടോ? ഈ വയറാണ് നമ്മുടെ പവർ ഓൺ വയർ വരുന്നത്. ഈ വയർ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് കണക്റ്റ് ആവും. ഈ ചെറിയൊരു സോക്കറ്റില്ലേ, ഈ സോക്കറ്റിലേക്ക് കണക്റ്റ് ആവും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സോക്കറ്റ് അഴിക്കുക എന്നാണ്. ഈ സോക്കറ്റ് നമ്മൾ അഴിക്കും. ഇത് അഴിക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മൾ ആ വീഡിയോയിൽ കണ്ടു ആ പയ്യൻ ഇങ്ങനെ വണ്ടിയുടെ മുമ്പിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ പരിപാടി എടുക്കുന്നത്. ശരിക്കും ഈ വയറിങ്ങനെ വലിക്കുക. ഞാൻ തൽക്കാലത്തേക്ക് ഈ ചാവി എടുക്കുന്നുണ്ട്. ഈ വയർ വലിച്ചിട്ട് കുത്തി അഴിച്ചാൽ ഈ സാധനങ്ങൾ വന്നു. അപ്പോൾ ഇത് അഴിഞ്ഞ് കിട്ടി. കണ്ടില്ലേ? ഈ പീസ് എന്തായി? 2 പീസായി. ഇത് നമ്മുടെ ഇഗ്നീഷനിലേക്ക് പോകുന്ന സ്വിച്ചും ഇത് നേരെ താഴേയിലേക്ക് പോകുന്ന സ്വിച്ചും. ഇവിടെ ഈ ഒരു സാധനം കണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ ഈ വയർ നമ്മൾ കൊണ്ടുപോകുന്ന ഈ സിമ്പിളായിട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു വയർ, ഈ വയർ ഒരെണ്ണം ഇവിടെയും കൊടുക്കുക, ഒരെണ്ണം ഇവിടെയും കൊടുക്കുക. ഇങ്ങനെ കൊടുക്കണ്ടു. കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? വണ്ടി സ്റ്റാർട്ടാവും. ഇവിടെ ന്യൂട്രൽ ലൈറ്റ് എത്തുന്നുണ്ട്, ബ്രേക്ക് ലൈറ്റ് എത്തുന്നുണ്ട് കേട്ടോ. ഒന്ന് ബ്രേക്ക് ചവിട്ടിടാം കണ്ടോ. സംശയമുള്ളവർക്ക് വേണ്ടി ഒന്ന് ബ്രേക്കും ഞാൻ ചവിട്ടുന്നുണ്ട്. കത്താൻ തുടങ്ങി കണ്ടോ. എന്നുവെച്ചാൽ താക്കോലും കാര്യങ്ങളും ഇല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഈ വണ്ടി ഇഗ്നീഷൻ ഓണാക്കി. ഇതാണ് ബുള്ളറ്റിൻ്റെ സേഫ്റ്റിയുടെ കാര്യത്തിലുള്ള ക്വാളിറ്റി. 50 രൂപയുടെ സ്കൂട്ടറിനുള്ള ക്വാളിറ്റി പോലും 1.25 ലക്ഷം രൂപയുടെ ബുള്ളറ്റിനില്ല. അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ തോൽവി എന്ന് പറയാൻ കാരണം. അപ്പം ദീർഘദൂര യാത്രകൾ പോകുമ്പോൾ ഇല്ലേ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം വാങ്ങാനുണ്ട്. ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ. ഇനി അടുത്തത് പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് സംശയം ഉണ്ടാവും, ഹാൻഡ് ലോക്ക് ആയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഈ ഹാൻഡ് ലോക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഈ റോയൽ എൻഫീൽഡിൻ്റെ ഹാൻഡ് ലോക്കിൻ്റെ സാധനം വരുന്നത് ഇത് ഈ ചെറിയൊരു കട്ട ഇതിലേക്ക് കയറുന്നതാണ്. ഇത് പൊട്ടിക്കാൻ വലിയ ടൈമൊന്നും വേണ്ട കേട്ടോ. ഒന്ന് തട്ടിക്കഴിഞ്ഞ സാധനം പൊട്ടിയിട്ട് വരും. ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പം ഹാൻഡ് ലോക്ക് ചെയ്യാൻ വേണ്ടി താക്കോൽ ഇവിടെ ഇടുന്നു. താക്കോൽ ഇട്ടു. ഈ ഒരു പീസ് കണ്ടോ? ഈ ചെറിയൊരു കട്ടയാണ് നമ്മുടെ ഹാൻഡ് ലോക്കിനായിട്ട് വരുന്നത്. ഇത് കുറച്ച് മുകളിലേക്കൊക്കെ വന്നില്ലെങ്കിൽ പിന്നെയും നമുക്ക് സമാധാനമുണ്ട്. അപ്പോൾ ഈ ചെറിയൊരു കട്ട ഇത്ര ഇഞ്ചിലാണ് കുടുങ്ങിക്കിടന്നത്. ഇത്ര ഇഞ്ചിൽ, ഈ ഒരു വിരലിൻ്റെ ഈ ഒരു ഇഞ്ചിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ.
ഇതാണ് ഇതിൻ്റെ സേഫ്റ്റി എന്ന് വെച്ചാൽ ഈ താക്കോലില്ലാതെ തന്നെ, ഈ ഒരു പീസ് താക്കോലില്ലാതെ തന്നെ നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ, ഞാനിപ്പോൾ കാണിച്ചത് സ്റ്റാൻഡേർഡ് മോഡലാണ്, സ്റ്റാൻഡേർഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. മനസ്സിലായോ? ഒരു പക്ഷേ ക്ലാസിക്കിൻ്റെയും ഏകദേശം ഇതേപോലെ തന്നെ കേട്ടോ വരുന്നത്. ഹിമാലയയുടെ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ നോക്കിയിട്ടില്ല. ക്ലാസിക്കും സ്റ്റാൻഡേർഡും രണ്ടും ഇതുപോലെ തന്നെയാണ് വരുന്നത്, റോയൽ എൻഫീൽഡിൻ്റെ ഈ രണ്ട് മോഡലും. ഈ വണ്ടിക്ക് ഞാനിപ്പോൾ എൻ്റെ വണ്ടിയെ പൊക്കി പറയുന്നില്ല, എൻ്റെ വണ്ടിയുടെ സ്ഥാനത്ത് ഞാൻ ഇപ്പോൾ ഒരു M80 ഉണ്ടായിരുന്നു, ഈ ഡ്രൈവിംഗ് സ്കൂൾ പഠിപ്പിക്കുന്ന ഒരു വണ്ടി. M80 ആണ് ഞാൻ ഇവിടെ വെക്കാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം വീട്ടിൽ പോയതുകൊണ്ട്. കാരണം M80ക്ക് ഇതിനും നല്ല സേഫ്റ്റി ഫീച്ചറാണ്. M80യുടെ ഈ സൈഡിലാണ് വരുന്നത്. അത് ആ കവറ് പറിച്ച് പുറത്തെടുത്താൽ മാത്രമേ നമുക്ക് ഈ ചാവി വയറൊക്കെ നേരിട്ട് കൊടുക്കാൻ പറ്റൂ. അപ്പം ഇതിനിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിപ്പം നമ്മൾ അതിൽ കാണിച്ചതുപോലെ വയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അഴിച്ച് പറിക്കണം. ഈ പാനലും ഈ ബോഡിയും മൊത്തം അഴിച്ച് പറിച്ചാൽ മാത്രമേ ഈ സ്കൂട്ടറിൻ്റെ നമുക്ക് വയർ നേരിട്ട് കൊടുക്കാൻ പറ്റൂ. മനസ്സിലായില്ലേ? ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. എന്ന് വെച്ചാൽ നിങ്ങളുടെ വണ്ടി എങ്ങനെയാണ് ഒരാൾ മോഷ്ടിക്കുന്നത് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്കതിന് മറുമരുന്ന് ഉപയോഗിക്കാൻ പറ്റൂ, അല്ലേ? ഇത് വളരെ സിമ്പിളാണ്. 1 മിനിറ്റിൽ താഴെ മാത്രം സമയം മതി ഒരു റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക്കോ സ്റ്റാൻഡേർഡോ ഒരുത്തിന് അടിച്ചുമാരി കൊണ്ടുപോകാൻ. പെട്രോൾ മാത്രം മതി. പിന്നീട് അവിടെ വരുന്നത് പെട്രോൾ ഇല്ലെങ്കിൽ ചിലപ്പം എണ്ണ തീർന്ന് വഴിയിൽ ഓഫ് ആകുന്നുള്ളതാണ്. അതിലും ഒരു പെപ്സിയുടെ ബോട്ടിലോ മറ്റോ മൂടി എടുത്ത് നമുക്ക് ഈ മീറ്ററൊക്കെ അളക്കാൻ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടാനുണ്ട്, സ്പെയർ പാർട്സ് ഇടയിൽ. അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതും നടക്കും. കാരണം ഇതിൻ്റെ പെട്രോളൊക്കെ പൈപ്പൊക്കെ പഴയ മോഡലാണ് ഇപ്പം കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒരിക്കലും ഒരു ബുള്ളറ്റ് ലവേഴ്സിനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ല ഞാൻ ബുള്ളറ്റിനെ താഴ്ത്തി കെട്ടിയിട്ട് ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ സേഫ്റ്റിക്ക് കൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം ഒരു വണ്ടി, നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു സംഭവമാണ്. അപ്പം അത് ഒരു കട്ട് കൊണ്ട് പോകുമോ അല്ല അടിച്ചുമാരി കൊണ്ട് പോകുമെന്ന് പറയുമ്പോൾ അതിൽ പരം വിഷമം വേറെ ഇല്ല, അല്ലേ? അതൊരു വല്ലാത്ത വിഷമം തന്നെയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഈ ലോങ് യാത്ര പോകുന്ന ആൾക്കാർ യാത്രയിൽ ബുള്ളറ്റ് എടുത്ത് പോകുന്ന ഒരു കാര്യം കൂടി നിങ്ങളുടെ കയ്യിൽ കരുതെന്ന് പറഞ്ഞില്ലേ, അത് വേറെ ഒന്നല്ല കേട്ടോ. ഈ സൈക്കിൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാലേ ലോക്ക് കിട്ടും. സൈക്കിളിലൊക്കെ ഈ ആൾക്കാർ അടിച്ചു മാറ്റി കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഒരു ലോക്ക് കിട്ടും, അറിയില്ലേ? താക്കോൽ ലോക്ക്. അതൊരെണ്ണം വാങ്ങി കയ്യിൽ വെച്ചോ. എന്നിട്ട് ഞാനിത് ട്രോളൊന്നല്ല കേട്ടോ, സീരിയസ് ആയിട്ടാണ്, ട്രോളൊന്നല്ല. പിന്നെ ആ ലോക്ക് കിട്ടും. അപ്പം നിങ്ങൾ വണ്ടി എവിടെയെങ്കിലും വെച്ചിട്ട് ഇപ്പം ഹോട്ടൽ റൂമൊക്കെ എടുക്കുന്നതാണെങ്കിൽ പുറത്തൊക്കെ വണ്ടി വെച്ച് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവച്ചിട്ട് ലോക്കോ അല്ലെങ്കിൽ ചെയിനോ വാങ്ങിയിട്ട് നിങ്ങൾ വണ്ടിക്ക് ഘടിപ്പിക്കണം. കാരണം ഒരിക്കലും കമ്പനി തരുന്ന ഒരു സേഫ്റ്റിയും നിങ്ങൾ വിശ്വസിക്കരുത്. അത് എന്തായാലും നിങ്ങൾക്ക് പണി കിട്ടും കേട്ടോ. അപ്പം വേറെ എന്താ പറയുക, ശരി, എല്ലാവരും ഈ വീഡിയോ കൊണ്ട് ഞാനും വണ്ടി കക്കാറൊന്നും പോകരുത് കേട്ടോ. അതൊരു അപേക്ഷയാണ്. ദയവ് ചെയ്തിട്ട് ഞാൻ വണ്ടി കക്കാൻ പഠിപ്പിച്ചതല്ല, കക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ വണ്ടി കട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടിപ്സ് തന്നുള്ളൂ കേട്ടോ. അപ്പോൾ ശരി ഗൈസ്, എല്ലാവരും നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.